ഹലോ ഗൈസ്, ഇന്ന് എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പനി പിടിച്ച് പണ്ടാറടങ്ങിയൊരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോവാണേ. ഈ അടുത്തെങ്ങും ഇത്രയും നല്ലൊരു പനി പിടിച്ചിട്ടില്ല. അപ്പം എല്ലാവർക്കും സ്വാഗതം എൻ്റെ പനി വീഡിയോയിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മേ എണീക്കുക എന്ന് സായി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ അപ്പുറത്ത് ചോറിനുള്ളതും ആക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ ചായക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ഈ പഞ്ചസാര തുറക്കുമ്പോൾ ഉറുമ്പ് വരുന്ന പോലെയാണ് സായി വരിക. പാത്രത്തിൻ്റെ ഒച്ചയായിട്ട് അപ്പം വരും, പഞ്ചസാര ഉണ്ടമ്മേന്ന്. അങ്ങനെ ഒരു സൈഡിൽ ചോറായി, ഒരു സൈഡിൽ അപ്പോഴത്തേക്ക് ചായയായി. ചായ കുടിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ, കാരണം അത്രയ്ക്കും തലപോന്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ എൻ്റെ സൗണ്ടും റെഡി ആയിട്ടില്ല. സായുവിനാണ് ആദ്യം പിടിച്ചത്. അവന് കുറഞ്ഞപ്പോൾ എനിക്കും പിടിച്ചു, ഉണ്ണിയേട്ടനും പിടിച്ചു. പിന്നെ നമുക്ക് ഞാൻ തിന്നണമെങ്കിൽ നമ്മൾ തന്നെ എണീക്കണമല്ലോ, അതുകൊണ്ട് എങ്ങനെയൊക്കെയോ എണീറ്റതാണ്. നമ്മളിങ്ങനെ പറയില്ലേ, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന്. സത്യമാണ് കേട്ടോ. കാരണം നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തളർച്ചയ്ക്കും. ആ നേരത്തെ എന്തെങ്കിലും തിന്നണമെങ്കിൽ നമ്മൾ തന്നെ എണീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ചായ കുടിച്ച് ഞാൻ പിന്നെയും പോയി കിടന്നിട്ടോ. തൊട്ടപ്പുറത്ത് സാധാരണ ഞാനിങ്ങനെ കിടക്കലില്ലല്ലോ, അതുകൊണ്ട് അവന് ദേഷ്യം പിടിക്കുക. വാ അമ്മേ എണീക്കുക, അമ്മയെ കളിക്കാൻ വേണ്ടി. എനിക്കാണ് തല പൊന്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. എന്നെയും ഉണ്ണിയേട്ടനെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയി കാണിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടൻ അപ്പുറത്ത് പോയി, അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ വന്നിരുന്നപ്പോൾ സായുവിന് അവിടെ പോകണം. ഉണ്ണിയേട്ടൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് പോവാ വാ കാരണം അവൻ ഒറ്റയ്ക്ക് പോകാൻ പേടി. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോകണം. അങ്ങനെ കാണിച്ച് ഇറങ്ങി ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടാണ്. നമ്മുടെ അവിടെ തന്നെയുള്ള ചായക്കടയാണ്. അപ്പോൾ അവിടെ കയറി ഞാൻ 2 കട്ട്ലേറ്റ് പറഞ്ഞു. അപ്പോൾ സായുവിന് ഹാപ്പി ടു യു വേണം എന്ന് പറഞ്ഞിട്ട് കേക്കിനാണ് അവനങ്ങനെ പറയുന്നത്. അപ്പോൾ അവനൊരു പീസ് കേക്ക് വാങ്ങിക്കൊടുത്ത്. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പീസ് കേക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെയും ഞാൻ സൈഡായിട്ടോ. മരുന്ന് കുടിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെയും നല്ല പനിയായി. ടേബിളിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഫുള്ളിപ്പം മരുന്നും കുപ്പിയാണ് ഞങ്ങളുടെ രണ്ടാളത്. അപ്പോൾ സായു എനിക്കിങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നുണ്ടാവും. പാവം തോന്നാം കേട്ടോ. കാരണം അവനങ്ങനെ ഒന്നുകിൽ ഞാനുണ്ടാവും, ഒറ്റയ്ക്ക് തന്നെയാണ് എന്നാലും. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ആ പെട്ടെന്നൊരു ബൊക്കെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളിവിടെ ഓണറെ മരുമോള്. അപ്പോൾ ഓളൊന്നും ചോദിച്ചു, ബൊക്കെ ഉണ്ടാക്കി തരുമോ, വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ, ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയെന്ന് ഞാൻ ലാസ്റ്റാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അതിന് റിബൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിബൺ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ അതും സെറ്റാക്കി. ഇപ്പോഴത്തേക്ക് പനി കുറച്ച് കുറഞ്ഞിട്ടോ, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് അയച്ചിട്ടെ. അങ്ങനെ എൻ്റെ ഗ്ലൂ ഗണ്ണ് ഇതായിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഗ്ലൂ സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്ക് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കിയെടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെയാണ് ബോ വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഈസി ടിപ്സൊക്കെ, ഇതൊരു ഈസി ടിപ്പാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബൊക്കെ. അപ്പോൾ പനിയും കൂടെ ഉള്ളത് കൊണ്ട് അത്രയ്ക്കും കൂടെ ആയിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ കൊടുക്കണം. അപ്പോൾ കവറിലിട്ടിട്ട് കൊടുക്കുക, സർപ്രൈസ് ആയതുകൊണ്ട് ആരും കാണരുതല്ലോ. അപ്പോൾ രാത്രിയായിട്ടോ. ഞാൻ കുളിച്ച്, അപ്പോൾ സായ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഇതിനിടെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പം തുമ്മലാണ് എൻ്റെ മക്കളെ സഹിക്കാൻ പറ്റാത്തത്. കണ്ടോ, ഈ തുമ്മലാണ് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ. അങ്ങനെ ഇന്നത്തെ പനി ദിവസം ഇത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാനെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.